അട്ടപ്പാടിയിലെ കുറുമ്പ ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന ഉന്നതികളിലെ ഭവന നിർമ്മാണത്തിന് സാധനങ്ങൾ എത്തിക്കുക അതീവ സാഹസികമാണ്. കിലോമീറ്ററുകൾ വനത്തിലൂടെ കല്ല് ചുമന്ന് നടക്കുന്നത് ഒഴിവാക്കുന്നതിനായി ഊരിൽ തന്നെ കരിങ്കല്ല് പൊട്ടിച്ചെടുക്കുകയാണ് രീതി. വലിയ പാറക്കഷ്ണങ്ങൾക്ക് തീയിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത്. താഴെ തുടുക്കി ഉന്നതിയിൽ നിന്നും സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അട്ടപ്പാടി താഴെ തുടുക്കിയിലാണ് ഞാനുള്ളത്. ഒരു വാർത്താശേഖരണത്തിൻ്റെ ഭാഗമായി ഉൾക്കാട്ടിൽ ഉള്ള ഈ ഊരിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഈ പാറയിൽ തീ കത്തിക്കുന്നത് കാണുന്നത്. എന്തിനാണ് എന്ന് ഇവിടെയുള്ള ആദിവാസികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കല്ല് പൊട്ടിക്കുകയാണ്. ഇതെല്ലാം തന്നെ ആ രീതിയിൽ കല്ല് പൊട്ടിച്ചതാണ്. ഈ കല്ല് വെച്ച് വേണം അവർക്ക് വീട് കെട്ടാൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങോട്ട് ഈ കിലോമീറ്ററുകൾ ഉൾവനത്തിലൂടെ വരണം. മറ്റ് ഒരു സാഹചര്യവും ഇവർക്ക് ഇവിടെ കല്ല് എത്തിക്കാനില്ല. ഇത് എങ്ങനെയാണത്? ചൂടായി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊട്ടിക്കോ? ചുറ്റികയിൽ അടിച്ച് പൊട്ടിക്കാൻ ചുറ്റിക കൊണ്ട് പിന്നെ അതെടുത്ത് മാറ്റാം. തീ കച്ചാൽ പൊട്ടിക്കാം. ഇതിപ്പോൾ എത്ര സമയം ഇങ്ങനെ ചൂടാക്കണം? ഇതിപ്പോൾ 1 മണിക്കൂർ ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പൊട്ടിക്കാം. ഇതിപ്പോ ഈ വലിയ പാറ അതേപോലെ പൊട്ടിച്ചാണ് ഇതൊക്കെ പൊട്ടിച്ചാണ്. വലിയ പാറ ഉണ്ടായിരുന്നു, ഇത്ര പൊക്കത്തിലുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച ഈ തീ കത്തിച്ചാണ് പൊട്ടിച്ചത് ഞങ്ങൾ. ഇതിനേക്കാൾ വലിയ പാറ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ ഇവിടുന്ന് അങ്ങോട്ടുണ്ടായിരുന്നു. അത് മൊത്തം തീ കത്തിച്ചാണ് ഞങ്ങൾ പൊട്ടിച്ചത്. ഇവിടെ നിങ്ങൾക്ക് വീടുണ്ടാക്കാനുള്ള പാറ ഇവിടുന്ന് കിട്ടും. ഇവിടെ വലിയ പാറ തീ കത്തിച്ചാണെങ്കിൽ കിട്ടും. എങ്ങനെയാണ് നിങ്ങൾ ഈ പണിയുടെ ഭാഗം തന്നെ ഉള്ള ആളാണല്ലേ? പണി ചെയ്യണം. ഇതിപ്പോ ഒരു വീടിന് വേണ്ട കല്ല് കിട്ടണമെങ്കിൽ എത്ര ദിവസം അങ്ങനെ പാറ ചൂടാക്കി അധ്വാനിക്കണം? ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആവും. കൂടുതൽ 2-3 ആഴ്ചയൊക്കെ ആവും. ഇവിടെ ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം വീടുകൾ ITDP തന്നതും ചിലത് പുല്ല് വീടുകളൊക്കെയാണ്. ഇതിപ്പോ കുറച്ചുകൂടി നല്ല വീട് കെട്ടാനാണോ? തന്നു പൈസ കയറ്റുന്നില്ല. 1 ബില്ല് 2 ബില്ല് തരും, പിന്നെ തരില്ല. അത് ഏതാ, ലൈഫിലാണോ അതോ ITDPയിലാണോ? ലൈഫിലുമുണ്ട്, ITDPയിലുമുണ്ട്. ഒരുപക്ഷെ ഇത് ഒരു അപൂർവ കാഴ്ചയായി എനിക്ക് അനുഭവപ്പെട്ടു. ഈ രീതിയിലാണ് ഇപ്പോൾ അവർ ഈ തീ കത്തിച്ച് പാറ പൊട്ടിക്കുന്നത്. അതിന് ആഴ്ചകളുടെ അധ്വാനം അവർക്ക് ഉണ്ട്. ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്നത് നാമമാത്രമായ തുകയാണ്. അതുകൊണ്ട് ഈ ഉൾവനത്തിലേക്ക് കല്ല് കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അവർ കല്ല് ചൂടാക്കി, വലിയ പാറകൾ ചൂടാക്കി പൊട്ടിച്ച് വീടിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കുന്നത്. താഴെ തുടുക്കി ഊരിൽ നിന്നും സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.